ഇന്നലെ വളരെ വേദനയോടുകൂടിയാണ് ഞാൻ കുന്നംകുളത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റായ വി എസ് സുജിത്തിൻ്റെ പോലീസുകാർ മർദ്ദിക്കുന്ന ദൃശ്യം കണ്ടത്. മനസാക്ഷിയുള്ള ഒരാൾക്കും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. നമുക്കൊക്കെ മക്കളുള്ളതാണ്. ഒരു കുട്ടിയെ ഒരു കാരണവുമില്ലാതെ യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റാണ് എന്നുള്ളത് കൊണ്ട് പിടിച്ചുകൊണ്ടുപോയി വഴിയിൽ വെച്ചും വാനിൽ വെച്ചും അതിനുശേഷം പോലീസ് സ്റ്റേഷനിൽ വെച്ചും ഇത്രയും ഭീകരമായ മർദ്ദനം നടത്തിയിട്ട് ആ കുട്ടി 2022 മുതൽ ഇതിനെതിരെ നിയമ പോരാട്ടം നടത്തി. ആ നിയമ പോരാട്ടത്തിന്റെ ഫലമായിട്ടാണ് ദൃശ്യങ്ങൾ വരെ പുറത്തുവന്നത്. കേരള പോലീസിന് ഇത് ഭൂഷണമാണോ? മുഖ്യമന്ത്രി മറുപടി പറയേണ്ട സന്ദർഭമാണ്. തന്നെയുമല്ല, ഈ മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സംരക്ഷിക്കാൻ എല്ലാ ശ്രമങ്ങളും പോലീസിന്റെ ഉന്നത തലത്തിൽ നടത്തി എന്നുള്ളതും എത്ര ക്രൂരമായ ഒരു നടപടിയാണ്. നമുക്കൊക്കെ കുട്ടികളുള്ളതാണ്. ഇങ്ങനെ ഒരു കുട്ടിയെ അടിച്ച് അവന്റെ കേൾവിശക്തി പോലും നഷ്ടപ്പെടുത്തിയ ഈ സംഭവം കേരള ജനത ഒരുമിച്ച് നിന്ന് ശക്തമായി അപലപിക്കുന്നു എന്നുള്ളതാണ് സത്യം. പോലീസ് സ്റ്റേഷനുകൾ ഇങ്ങനെ എരിമുറികൾ സൃഷ്ടിക്കുകയും രാഷ്ട്രീയ എതിരാളികളെ പിടിച്ചുകൊണ്ടുപോയി മർദ്ദിക്കുകയും ചെയ്യുന്നതൊക്കെ എങ്ങനെ അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമാണ്? കേരള പോലീസിന് എന്ത് പറ്റി? ആരാണ് ഈ പോലീസിനെ നിയന്ത്രിക്കുന്നത്? അപ്പൊ ഇതൊരു ദൃശ്യം പുറത്തു വന്നതോടുകൂടിയാണ് വസ്തുതകൾ വ്യക്തമായത്. ഇതുപോലെ കേരളത്തിലെ പല സ്ഥലങ്ങളിലും പാവപ്പെട്ട ആളുകളെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് മർദ്ദിക്കുന്നു എന്ന പരാതിയുണ്ട്. ധാരാളം പരാതികൾ വരുന്നുണ്ട്. പക്ഷെ അതൊന്നും ആരും ശ്രദ്ധിക്കുക പോലും ചെയ്യുന്നില്ല. ഇതിങ്ങനെ ഈ സുജിത്ത് വലിയ തോതിലുള്ള പരിശ്രമം നടത്തി നിയമപരമായ പോരാട്ടം നടത്തിയതിന്റെ ഫലമായിട്ടാണ് ഇത് പുറത്തു വന്നത്. അപ്പൊ കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകൾ കോൺസെൻട്രേഷൻ ക്യാമ്പുകളെ പോലെ ആകുന്നു എന്നത് ദുഃഖകരമായ ഒരു കാര്യമാണ്. അങ്ങനെ ആകാൻ പാടില്ല. അങ്ങനെ ഒരു പോലീസ് സ്റ്റേഷനിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാൻ പാടില്ല. പ്രത്യേക നിർദ്ദേശങ്ങൾ പോലീസിനുള്ളതാണ്, പോലീസ് മാനുവലിലുള്ളതാണ്, പോലീസ് ആക്ടിലുള്ളതാണ്. ഇത്തരം സംഭവങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആളുകളെ സംരക്ഷിച്ച നടപടിയാണ് അങ്ങേയറ്റത്തെ അപലപനീയമായിട്ടുള്ളത്. അതുകൊണ്ട് ഇവർ സർവീസിലിരിക്കാൻ പോലും ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ യോഗ്യരല്ല. അവർക്കെതിരെ കർശന നടപടി ഉണ്ടാകണം എന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. പ്രധാനപ്പെട്ട കാര്യം, അന്ന് തന്നെ ഈ CCTV പരിശോധിച്ച ശേഷമാണ് കേസെടുത്തത്. നമ്മളല്ലാതെ ദൃശ്യം കണ്ടതാണ്. എന്നിട്ടും അന്ന് തന്നെ കേസെടുത്തത് വെറും കൈകൊണ്ട് ഇടിച്ച് എന്ന നിസ്സാര കുറ്റം മാത്രമാണ് അന്ന് ശ്രമിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. ഇത്രയും ഭീകരമായിട്ട് ആ ചെറുപ്പക്കാരനെ മർദ്ദിച്ചിട്ട് CCTV ദൃശ്യങ്ങൾ ഉണ്ടായിട്ടും ആ മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥന്മാരെ രക്ഷിക്കാനാണ് പോലീസിൽ ഉന്നത തലത്തിലുള്ള ആളുകൾ പ്രവർത്തിച്ചത്. വളരെ വളരെ ദുഃഖകരമായ കാര്യമാണ്. മനസാക്ഷിയുള്ള ഒരാൾക്ക് പോലും ഈ സംഭവത്തെ ന്യായീകരിക്കാനോ പിന്തുണയ്ക്കാനോ കഴിയില്ല. അതുകൊണ്ട് മുഖ്യമന്ത്രി അടിയന്തരമായി ഇടപെടൽ നടത്തി ഈ ആളുകളുടെ പേരിൽ ശക്തമായ നടപടികൾ സ്വീകരിച്ച് സർവീസിൽ നിന്ന് അവരെ പുറത്താക്കുക എന്നുള്ളതാണ് ഏറ്റവും ആവശ്യമായിട്ടുള്ളത്. ഇന്നലെ DIG ഹരിശങ്കർ പറഞ്ഞത് അവർക്കെതിരെ നടപടി എടുത്തു എന്നുള്ളതാണ്. അതൊരു സ്ഥലം മാറ്റത്തിൽ മാത്രമാണ് ഒതുങ്ങിയത്. അതാണ് എത്ര നിസ്സാരമായിട്ടാണ് DIG ഉൾപ്പെടെയുള്ളവർ ഈ കാര്യത്തിൽ പ്രതികരിച്ചത്. എനിക്ക് വളരെ പ്രയാസം തോന്നി. ഇങ്ങനെയാണോ പ്രതികരിക്കേണ്ടത്? നമ്മളെല്ലാവരും ആ ദൃശ്യങ്ങൾ കാണുന്നില്ലേ? ആ കുട്ടി എത്ര ഭീകരമായിട്ടാണ് മർദ്ദിക്കുന്നത്. എന്ത് കാര്യത്തിനാണ്? ഒരാളെ അനാവശ്യമായി പോലീസ് പിടിക്കുമ്പോൾ ചോദ്യം ചെയ്തു എന്നുള്ളതാണ്. യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റാണ്, ചോദ്യം ചെയ്യില്ലേ? അതിന്റെ പേരിലാണ് ഇത്രയും ഭീകരമായ മർദ്ദനം ഉണ്ടായി. കേൾവിശക്തി പോലും നഷ്ടപ്പെട്ടിരിക്കുക. ഞാൻ ഇന്നലെ ആ കുട്ടിയായിട്ട് ഫോണിൽ സംസാരിച്ചു. 17-ാം തീയതി കല്യാണമാണ്, ആ കുട്ടിയുടെ കല്യാണമാണ്. എന്നോട് ചെല്ലണമെന്ന് പറഞ്ഞു. അത് ഞാൻ പോകാൻ ശ്രമിക്കുകയാണ്. അപ്പം നമ്മള് ഇങ്ങനെ വളരെ ചെറുപ്പക്കാരായ ആളുകളെ ഭീകരമായി ഇതുപോലെ മർദ്ദിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് നേരെ സ്ഥലമാറ്റമല്ലല്ലോ ഉണ്ടാകേണ്ടത്. മാതൃകാപരമായ നടപടി സ്വീകരിച്ചാൽ നാളെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കും. മറ്റൊന്ന് എനിക്ക് പറയാനുള്ളത്, ശബരിമല ഒരു മഹാസംഗമം, അയ്യപ്പ സംഗമം അല്ലേ, ആഗോള അയ്യപ്പ സംഗമം നടത്താനുള്ള ഗവൺമെന്റിന്റെ തീരുമാനം, ഗവൺമെന്റാണ് തീരുമാനം, ദേവസ്വം ബോർഡൊന്നുമല്ല. ദേവസ്വം ബോർഡൊക്കെ ഒരു പടം മാത്രമാണ്. അത് നടത്തുന്നതിന് മുമ്പ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ജനങ്ങളോട് മാപ്പ് പറയണം.
ആചാര ലംഘനത്തിന് നേതൃത്വം കൊടുത്തത് പിണറായി വിജയൻ എന്ന കേരള മുഖ്യമന്ത്രിയാണ്. സ്ത്രീകളെ ശബരിമലയിൽ കയറ്റണമെന്ന് നിർബന്ധമുണ്ടായിരുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കാണ്. അതിന് സർവ്വ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് അയ്യപ്പ ഭക്തന്മാരുടെ മനസ്സിനെ മുറിവേൽപ്പിച്ച സംഭവത്തിന് നേതൃത്വം കൊടുത്ത കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇന്ന് വരെ ആ സംഭവത്തിൽ ഖേദം പ്രകടിപ്പിക്കുകയോ വിശ്വാസികളുടെ മുറിവുണക്കാനുള്ള ഒരു പ്രസ്താവന പോലും അദ്ദേഹം നടത്തിയിട്ടില്ല. ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കാലത്താണ് ഈ ആചാരങ്ങൾ ലംഘിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള അഫിഡവിറ്റ് സുപ്രീം കോടതി നൽകിയത്. ആ അഫിഡവിറ്റ് തിരുത്തി കൊടുത്തത് ഈ ഗവൺമെന്റാണ്, LDF ഗവൺമെന്റാണ്. അവർ തിരുത്തി കൊടുത്ത അഫിഡവിറ്റിന്റെ ഫലമായിട്ടാണ് സുപ്രീം കോടതി വിധി ഉണ്ടായത്. അതുമായി ബന്ധപ്പെട്ട വിധി ഉണ്ടായപ്പോൾ തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നു, നീതി ഇവിടെ ഉണ്ടാകണം, അയ്യപ്പ ഭക്തന്മാർക്ക് നീതി നൽകണം, അയ്യപ്പ വിശ്വാസികളായ ആളുകൾക്ക് അവരുടെ വിശ്വാസ പ്രമാണങ്ങളെ ഹനിക്കുന്ന നടപടി ഉണ്ടാകാൻ പാടില്ല. ഗവൺമെന്റ് എന്താ ചെയ്തേ? ആരാണ് ശബരിമലയിലെ ഭക്തന്മാരുടെ വികാരത്തെ വ്രണപ്പെടുത്തിയത്? ആരാണ് അവിടെ കലാപത്തിന് നേതൃത്വം കൊടുത്തത്? നിർബന്ധമായി സ്ത്രീകളെ അവിടെ കയറ്റണമെന്നുള്ള നിർബന്ധ ബുദ്ധി കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കല്ലേ ഉണ്ടായിരുന്നത്? ഇതെല്ലാം ചെയ്തിട്ടും ഗോവിന്ദ മാസ്റ്റർ പറയുന്നത് ഞങ്ങൾ ഭക്തജനങ്ങളുടെ കൂടെയാണ്. അതെനിക്ക് മനസ്സിലാവുന്നില്ല. നേരത്തെ അദ്ദേഹം പറഞ്ഞത് അടഞ്ഞ അധ്യായമാണ് സ്ത്രീ പ്രവേശനം. ഇന്നലെ പറഞ്ഞു എന്താണ് കഴിഞ്ഞ അധ്യായമാണ്. അപ്പൊ എല്ലാവർക്കും മനസ്സിലായല്ലോ അടഞ്ഞില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞതെന്ന്. ഗോവിന്ദ മാസ്റ്ററുടെ ഇന്നത്തെ പ്രസ്താവന കൂടെ ഒരു കാര്യം വ്യക്തമായിരിക്കുന്നു, ശബരിമലയിലെ യുവതി പ്രവേശം ഒരു കഴിഞ്ഞ അധ്യായമാണ്. ഇനി ഞങ്ങൾക്ക് അവസരമുണ്ടായാൽ ഞങ്ങൾ വീണ്ടും അത് പ്രവേശനം നടത്തുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ആ അഫിഡവിറ്റ് പിൻവലിക്കാൻ തയ്യാറുണ്ടോ ഗവൺമെന്റ്? ആ അഫിഡവിറ്റാണ് ഇവിടുത്തെ കാതലായ പ്രശ്നം. വിശ്വാസികളുടെ വികാരത്തെ വ്രണപ്പെടുത്തുന്ന സുപ്രീം കോടതിയുടെ ജഡ്ജ്മെന്റ് ഉണ്ടായത് ആ അഫിഡവിറ്റാണ്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അന്ന് ഞങ്ങളോടൊപ്പമായിരുന്നു. അദ്ദേഹം അതിനെതിരെ ഞങ്ങളോടൊപ്പം നിന്ന് സമരം ചെയ്ത ആളാണ്. ഇപ്പൊ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയെങ്കിലും അന്ന് ശബരിമലയിൽ സ്ത്രീ പ്രവേശനം നടത്തിയതിനെതിരെ നമ്മളോടൊപ്പം നിന്ന് സമരം ചെയ്ത ആളാണ്. അതുകൊണ്ട് ആ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആ സ്റ്റാൻഡ് എടുക്കാൻ പറ്റുള്ളൂ. നേരത്തെ ആ സ്റ്റാൻഡിലായിരുന്നല്ലോ അദ്ദേഹം ഉണ്ടായിരുന്നു. അപ്പം ഇവിടെ വളരെ വ്യക്തമാണ്, ഭക്തജനങ്ങളെ കബളിപ്പിക്കുക. അപ്പൊ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റണ്ടാണിത്. തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു, അത് കഴിഞ്ഞ് അസംബ്ലി തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. അപ്പൊ തെരഞ്ഞെടുപ്പിനെ കണ്ടുകൊണ്ടുള്ള ഒരു സ്റ്റണ്ടാണ് ഇവിടെ നടത്താൻ ഉദ്ദേശിക്കുന്നത്. UDF ഗവൺമെന്റ് ഉണ്ടായിരുന്ന കാലത്താണ് ഏറ്റവും കൂടുതൽ ശബരിമലയിൽ വികസനം ഉണ്ടായത്. ഞാൻ അന്ന് MP ആയിരുന്ന കാലത്താണ് ഞാനും ഫ്രാൻസിസ് ജോർജും രാജഗോപാൽ ഞങ്ങൾ 3 പേരാണ് ഒരു കമ്മിറ്റിയെ നിയോഗിച്ചു. അന്നത്തെ സ്പീക്കർ ബാലയോഗി, ലോക്സഭാ സ്പീക്കർ, അന്ന് ഞങ്ങളുടെ കമ്മിറ്റി പരിശോധിച്ച ശേഷം കൊടുത്ത റിപ്പോർട്ടിന്റെ വെളിച്ചത്തിലാണ് വനഭൂമി അനുവദിച്ചത്. അതേ തുടർന്ന് ഉമ്മൻചാണ്ടി ഗവൺമെന്റാണ് ഏറ്റവും കൂടുതൽ വികസന പരിപാടികൾ ശബരിമലയിൽ നടത്താൻ മുൻകൈയെടുത്തത്. ഈ ഗവൺമെന്റ് ഒന്നും ചെയ്തിട്ടില്ല. ശബരിമലയ്ക്ക് വേണ്ടി അവരെന്ത് ചെയ്തു? തന്നെയുമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അതിൽ പങ്കെടുക്കുന്നവർക്ക് പ്രിവിലേജ്ഡ് ക്ലാസ് ആണ്. അതെന്തൊരു ഏർപ്പാടാണ്? എന്താണ് പ്രിവിലേജ്ഡ് ക്ലാസ്? അയ്യപ്പനെ കാണാൻ വരുന്നതിൽ എന്ത് പ്രിവിലേജാണ്? എല്ലാവരും ഒരുപോലാണ്. ഒരു പ്രിവിലേജും അംഗീകരിക്കാൻ പറ്റില്ല. ഒരു പ്രിവിലേജ് കാർഡ് ആർക്കും സ്വീകരിക്കാനും പറ്റില്ല. അവിടെ വരുന്നവരെല്ലാവരും ഒരുപോലെയാണ്. അത് വലിയ ആളാണെങ്കിലും ചെറിയ ആളാണെങ്കിലും പണ്ഡിതനാണെങ്കിലും പാമരനാണെങ്കിലും ധനികനാണെങ്കിലും പാവപ്പെട്ടവനാണ്, എല്ലാവരും ഒരുപോലെയാണ് അവിടെ. അതാണ് അവിടുത്തെ പ്രത്യേകത. ജാതിയും മതവും ഇല്ല അവിടെ. ജാതിയും മതമൊന്നുമില്ല, ആർക്കും പോകാം. അപ്പം ലോകോത്തര മാതൃകയായ ശബരിമല അയ്യപ്പന്റെ സന്നിധാനത്തെ കലാപകലുഷിതമാക്കിയ CPM ഇപ്പം നടത്തുന്ന ഈ സംഗമം അതുകൊണ്ട് തന്നെ ജനങ്ങളോടുള്ള കബളിപ്പിക്കലാണ്, വിശ്വാസികളോടുള്ള വഞ്ചനയാണ്. ആ വഞ്ചന ജനങ്ങൾക്ക് പൂർണ്ണമായി ബോധ്യപ്പെടും. അല്ലെ പോകുന്ന ആരാ പറഞ്ഞേ? ആരും പോകുമെന്ന് പറഞ്ഞിട്ടില്ല. ആരും പോകുമെന്ന് ഇന്നലെ UDF എടുത്ത ഞങ്ങളെല്ലാം കൂട്ടായി എടുത്ത തീരുമാനമാണ്. ഗവൺമെന്റിനോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു. നിങ്ങളുടെ ഈ നിലപാടെന്താണ്? എന്താണ് ഈ പ്രിവിലേജ്ഡ് ക്ലാസ്? അതെന്താണ്? ഇവിടെ അഫിഡവിറ്റ് തിരുത്തുമോ? നിങ്ങൾ ശബരിമലയ്ക്ക് വേണ്ടി നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ ഗവൺമെന്റിനോട് ചോദിക്കുകയാണ്. ഗവൺമെന്റ് പറയട്ടെ. അതെ, ഇത് ബഹിഷ്കരിക്കുകയില്ല എന്നുള്ളതല്ല. ഇത് എന്താ പോലെ നമ്മുടെ ഒരു പാർട്ടി പരിപാടിയോ അല്ലെങ്കിൽ ഒന്നും അല്ലല്ലോ. ഞങ്ങൾ ആലോചിച്ചെടുത്ത തീരുമാനമാണ്. ശബരിമലയോട് അനാദരവ് കാട്ടിയ ഒരു ഗവൺമെന്റാണ്, ഒരു മുഖ്യമന്ത്രിയാണ്.
അവിടുത്തെ കാര്യങ്ങളിൽ ഭക്തജനങ്ങളുടെ വികാരത്തെ വ്രണപ്പെടുത്തിയ ഗവൺമെന്റാണ്. ആ വ്രണപ്പെടുത്തിയ നടപടി പിൻവലി. ഇപ്പൊ എന്റെയും ഉമ്മൻചാണ്ടിയുടെയും പേരിൽ കേസുണ്ടായിരുന്നു. ഉമ്മൻചാണ്ടി മരിച്ച ശേഷം ഹൈക്കോടതി റാന്നി കോടതിയിലായിരുന്നു ഞങ്ങളുടെ കേസ്. എൻ്റെ പേര് ഞങ്ങൾ പമ്പ വരെ ചെന്നു എന്നുള്ളതാണ് അവിടെ മാർഗതടസ്സം ഉണ്ടാക്കിയെന്നൊക്കെ പറഞ്ഞുള്ള കേസായിരുന്നു. ഞങ്ങളാരോടും പിൻവലിക്കാനൊന്നും ആവശ്യപ്പെട്ടില്ല. കോടതി തന്നെ കണ്ടെത്തി ഇതിനകത്ത് യാതൊരു സാങ്കത്യവുമില്ല, ഈ കേസ് നിലനിൽക്കില്ല എന്ന് റാന്നി കോടതി തന്നെ കണ്ടെത്തിയതാണ്. ഇപ്പോൾ യുഡിഎഫിന് ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടുണ്ടോ? ഇതിന്റെ ഭാഗമാകുമോ, ഈ പരിപാടിയുടെ ഭാഗമാകുമോ? അന്ന് ഞങ്ങൾ എവിടെയും പറഞ്ഞിട്ടുണ്ടോ ഈ ഭാഗമാകുമെന്ന്? ഞങ്ങൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഇതൊരു ഇത് രാഷ്ട്രീയമായ സ്റ്റണ്ടാണ്. ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള അത് പ്രതിപക്ഷ നേതാവ് വളരെ വ്യക്തമായി പറഞ്ഞല്ലോ. നിങ്ങൾ നിങ്ങളുടെ മുമ്പിൽ തന്നെ പറഞ്ഞ കാര്യമല്ലേ. ഞങ്ങൾ പറയുന്നത് ഇത് നടത്തുന്നവരുടെ ഉദ്ദേശശുദ്ധിയാണ്. ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞത്, ഒരു മിനിറ്റ് പങ്കെടുക്കുമെന്ന് ആരെങ്കിലും പറഞ്ഞൂടെ? ആരും പറഞ്ഞില്ലല്ലോ. അപ്പൊ ഞങ്ങൾ പറഞ്ഞത് എന്താണ്? ഞങ്ങൾ 3-4 കാര്യങ്ങൾ ഉന്നയിക്കുക. ആ ഉന്നയിക്കുന്ന കാര്യങ്ങളിൽ ഗവൺമെന്റ് മറുപടി പറയണം. നാമദേവ ഘോഷയാത്ര നടത്തിയ ആയിരക്കണക്കിന് ആളുകളുടെ കേസുണ്ട്. എന്റെ ഉമ്മൻചാണ്ടിയുടെ പേരിൽ കേസുണ്ടായിരുന്നു. ഞങ്ങളാരും ആവശ്യപ്പെട്ടില്ല പിൻവലിക്കണമെന്ന്. ഞാൻ പറയട്ടെ, ഒരു മിനിറ്റ്. അത് വേറെ, അത് അവർക്ക് നമ്മുടെ സംസ്ഥാനത്ത് എല്ലാ മതസംഘടനകൾക്കും അവരുടെ പ്രവർത്തന സ്വാതന്ത്ര്യമുണ്ട്. ശബരിമലയുടെ കാര്യത്തിൽ പ്രത്യേകിച്ചും NSS ഏത് കാലത്തും ഒരു നിലപാടുകൾ സ്വീകരിക്കുന്ന പ്രസ്ഥാനമാണ്. ആ ശബരിമലയുടെ കാര്യത്തിൽ ഇവിടെ സൂചിപ്പിച്ചപ്പോൾ നാമദേശ ഘോഷയാത്രയ്ക്ക് ഉൾപ്പെടെ നേതൃത്വം കൊടുത്ത NSS ആണ്. അപ്പോൾ ശബരിമലയുടെ കാര്യത്തിൽ അവർക്കൊരു തീരുമാനം എപ്പോഴും ഉള്ളതാണ്. അതിനൊന്നും ഞങ്ങളാരും ചോദ്യം ചെയ്യുന്നില്ല. ഇവിടുത്തെ പ്രശ്നം എന്താണ്? ഈ പാവപ്പെട്ട ആളുകളുടെ എല്ലാവരുടെയും പേര് കേസെടുത്തിരിക്കുന്നു. എത്ര വർഷമായി? ഈ കേസ് പിൻവലിച്ചോ? ഉമ്മൻചാണ്ടിയുടെ എന്റെയും പേരിലുള്ള കേസ് റാന്നി കോടതി സ്വയം പരിശോധിച്ച ശേഷമാണ് ഇതിനകത്ത് യാതൊരു അടിസ്ഥാനവും ഇല്ല എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞത്. ഇതുപോലെ ആയിരക്കണക്കിന് ആളുകളുടെ പേര് കേസുണ്ട്. അത് പിൻവലിച്ചിട്ടില്ലല്ലോ. അവിടെ വെച്ച് പിൻവലിച്ചിട്ടില്ലല്ലോ. ഈ പ്രിവിലേജ്ഡ് ക്ലാസ് എങ്ങനെ ഉണ്ടാകുന്നു എന്ന് വ്യക്തമാക്കട്ടെ. അപ്പോൾ ഇത് തെരഞ്ഞെടുപ്പിന് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഗവൺമെന്റിനോട് പറയുന്നത്, നിങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ നിങ്ങളുടെ നിലപാട് വ്യക്തമാക്കുക. ഇന്നലെ ദേവസ്വം മന്ത്രി അതിനെ മുഴുവൻ തള്ളിക്കളഞ്ഞില്ലേ? ദേവസ്വം മന്ത്രി എന്താ പറഞ്ഞത്? അത് വേറെ ഇത് വേറെ. അതെങ്ങനെയാവുന്നത്? ശബരിമലയിൽ സ്ത്രീ പ്രവേശനം നടത്തിയ ആളുകൾ അതിൽ റിഗ്രറ്റ് ചെയ്യുന്നുണ്ടോ? അതിൽ ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയെന്ന് പറയുന്നുണ്ടോ? അവർ ജനങ്ങളോട് പശ്ചാത്തലം ഇന്ന് വരെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇത് സംബന്ധിച്ച് ഒരക്ഷരം മിണ്ടിയിട്ടില്ല. ഇപ്പോഴും തന്റെ നിലപാടിൽ അദ്ദേഹം അന്നത്തെ നിലപാടിൽ തന്നെ നിൽക്കുകയാണ്. അല്ലെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ആ വ്യക്തിയാണ് ഇവിടെ ശബരിമല ആഗോള സംഗമം നടത്തുന്നത്. അതാണ് ഇവിടുത്തെ പ്രശ്നം. അത് ജനങ്ങൾ മനസ്സിലാക്കും എന്നാണ് ഞങ്ങൾക്ക് പറയാം. അതെ, അതെ. സമരത്തിൽ എല്ലാ യൂത്ത് മാത്രമല്ല കോൺഗ്രസ്സുകാർ മൊത്തം ഉണ്ടാവും. കാരണം ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരനോട് ഇത്രയും വലിയ ക്രൂരത കാട്ടിയ സാഹചര്യത്തിൽ അത് സമരം കോൺഗ്രസ് തന്നെ, അത് KPC പ്രസിഡന്റ് ഇന്നിവിടെ സന്ദർശിക്കുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹം അത് പ്രഖ്യാപിക്കും. അല്ല, അതല്ല, പാർട്ടി ഒരു തീരുമാനം ആ കാര്യത്തിൽ എടുത്തിട്ടുണ്ട്. ആ തീരുമാനം ഇപ്പം നിലനിൽക്കുന്നുണ്ട്. അതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ പറയേണ്ട ഒരു ആവശ്യം ഇപ്പോൾ ഇല്ല. ഞങ്ങൾ അത്തരത്തിലൊരു നിലപാട് KPCC പ്രസിഡന്റ് ആ കാര്യത്തിലൊരു നിലപാട് പ്രഖ്യാപിച്ചിട്ടുണ്ട്.